പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരു സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ വില. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ ലക്ഷക്കണക്കിന് സിസ്റ്റർമാർ തങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിച്ച് യേശുവിന് വേണ്ടി രാപ്പകലുകൾ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ആത്മാർപ്പണം ചെയ്യുന്ന സിസ്റ്റർമാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സിസ്റ്റർമാർക്കും അത്ഭുതകരമായ വിലയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിലുള്ളത്. ഒരു സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ വില ഞാൻ ഓർക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ ഒരു സംഭവം. അട്ടപ്പാടിയിൽ സിസ്റ്റർ ബെനീറ്റ അനവധി വർഷങ്ങളായി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ സിസ്റ്ററാണ്. ആ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് ഒരു കുടുംബം വന്നു. ആ കുട്ടിയുടെ ഒരു പ്രശ്നം ജന്മന എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് എപ്പോഴും കൈ വായിലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മക്കളെ, നിങ്ങൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം, പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം. ആ മാതാവിൻ്റെ രൂപത്തിൽ ഈ കൈയൊന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചാൽ അന്ന് ഈശോയുടെ അത്ഭുതം ഉണ്ടാവും. ആ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അന്നേക്കന്ന് ആ ഒരു അവസ്ഥ മാറി സൗഖ്യമുണ്ടായി. ആ ഒരു അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദ ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ മലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നത്. ഇതെൻ്റെ നാത്തൂൻ്റെ മോനാണ്. ഇവനുണ്ടായിരുന്ന ഒരു അസുഖം ജനിച്ച അന്ന് മുതൽ തന്നെ 2 കൈവിരലും കുടിക്കുന്ന സ്വഭാവമായിരുന്നു. 2 കൈകൾ വായിൽ വെച്ച് കുടിക്കും. രാത്രിയും പകലും എല്ലാം വെറുതെ ഇരുന്നാൽ അവൻ കുടിക്കും. ഉറങ്ങണമെങ്കിൽ പോലും അവൻ്റെ കൈവിരലുകൾ വായിൽ വെച്ച് അവൻ ഉറങ്ങുമായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ വിഷമമായിരുന്നു. വെറുതെ ഇരുന്നാലും TV കണ്ടാലും ഇവൻ അറിയാതെ തന്നെ ക്ലാസ്സിൽ പോയിരുന്നാൽ തന്നെ അവൻ അറിയുന്നില്ല അവൻ വിരൽ കുടിക്കുമെന്ന്. ഞങ്ങൾക്കെല്ലാം ഒത്തിരി സങ്കടമായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ കൈയും കാലെല്ലാം കട്ടിലെ കെട്ടിയിട്ട കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവനെ കാന്താരി മുളകും ഒക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. കൈപ്പുള്ള കാഞ്ഞിരം കെട്ടണ പോലെ തന്നെയാണ് കാന്താരി. എന്നാലും അവൻ അത് തൂത്ത് കളയും. അവൻ അറിയാതെ തന്നെ കൈ കുടിക്കും. നീ കാന്താരി എല്ലാം കുറെ. അപ്പൊ ഇവന് ഒത്തിരിയേറെ സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും മാറണമെന്ന് ഈ കുഞ്ഞും ആഗ്രഹിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ മാസവും അട്ടപ്പാടിയിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ ക്ലാസ് കേൾക്കാനൊക്കെ വരുമായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു, എടാ നമുക്ക് ഇവിടെ പോകാം, നമുക്കിവിടെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ അസുഖം എന്തായാലും മാറും. കഴിഞ്ഞ മാസം അല്ലേ? അതെ, കഴിഞ്ഞ മെയ് 29 വെള്ളി. ചിലര് മെയ് മാസം വരണം ആഗ്രഹിച്ച് വന്നിട്ടില്ല. ആ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയതാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ സിസ്റ്ററെ കണ്ട്, ബെനീറ്റാമ്മ സിസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു വിഷമമുണ്ട്, ഈ മോൻ ഇങ്ങനെ എപ്പോഴും കുടിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇവനെ എപ്പോഴും വഴക്ക് പറയും. എടാ കൈ എടുക്കടാന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ ഇവനെ വഴക്ക് പറയായിരുന്നു. അപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞ് ഇവൻ എന്നോടും തിരിച്ചു പറയും. ഞാൻ പറഞ്ഞ് സാരമില്ല, നീ എൻ്റെ കൂടെ പോന്ന്, ഞാൻ ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതാ കഴിഞ്ഞ പ്രാവശ്യം. മലയെ കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇവനെ കാട്ടിൽ കൊണ്ടുപോയി, മലയിൽ കൊണ്ടുപോയി സിസ്റ്ററെ കൈകൊണ്ട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞു, അവൻ്റെ 2 പേരിലും ഇങ്ങനെ പിടിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, അവിടെ കുരുക്കഴിക്കുന്ന മാതാവുണ്ട്, എൻ്റെ പൊന്നു മോൻ അവിടെ ചെന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ കൈ വെച്ച് മോൻ പ്രാർത്ഥിക്കണം, കർത്താവ് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു. മലയിൽ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ പടമുണ്ട്. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ വെറുതെ മലയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകുന്നതാ. പക്ഷേ മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ. അവിടെയാണ് എല്ലാ ശനിയാഴ്ച ഏകദിന ധ്യാനം നടക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിഞ്ഞ് നല്ല ക്ലിയർ ആവും. നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ. ഡെഫിനറ്റായിട്ട് അവിടെ പോയി മുട്ടമെന്ന് 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ പോരാവുള്ളൂ.
ചെന്നാൽ ഓടിപ്പോഴരുത്, മുട്ടുമ്മ നിന്ന് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാതാവേ എന്ന് പറഞ്ഞ് മാതാവിനോട് സംസാരിക്കാതെ പോരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഈ അമ്മയോട് വലിയമ്മ പറഞ്ഞു എന്ത് ചെയ്തു, അങ്ങോട്ട് പോയിട്ട് ആ മാതാവിനോട് കുരുക്കൾ കഴിക്കണം, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ പോരാവളെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അവൻ അന്ന് മുതൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അതിനൊരു മാറ്റം ഇവന്റെ അമ്മയ്ക്കും ചേച്ചിമാർക്കും കൂടുതൽ വിശ്വാസമായി എന്നുള്ളതാണ്. വീട്ടിൽ എല്ലാവർക്കും വിശ്വാസമായി. അവന്റെ വിശ്വാസം വർദ്ധിച്ചു. ആ നിമിഷം മുതൽ ആ കുഞ്ഞു വായിൽ വെച്ചിട്ടില്ല വിരല്. പിന്നെ അവനിങ്ങനെ വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സ് പറയുന്നു വേണ്ട മോനെ, വേണ്ട മോനെ എന്ന് പറയും. അതായത് കുട്ടി പിന്നെ ഇത് എത്ര കാലമായുള്ള ശീലമെന്നറിയാവോ? 13 വർഷമായിരുന്നു. 13 വർഷമായി. ഉറക്കെ പറഞ്ഞു. അതേന്ന് പറഞ്ഞു. 13 വർഷം. അതെ, 13 വർഷം. അതെ, ജനിച്ച നാൾ മുതലേ അതായിരുന്നു. ചെറുപ്പം തൊട്ട് ജനിച്ച് കൈ വിരല് കുഞ്ഞു വിരല് കുടിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് തന്നെ. കുട്ടിയെ ശരിക്കും 13 വർഷം. 13 വയസ്സ്. 13 വയസ്സായി അവന്. അത്രയും കാലം ഇതെല്ലാം ഇങ്ങനെ വിരല് കുടിക്കുക. എന്തായാലും ഇതിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ പിന്നീട് അവൻ വിരല് വെച്ചിട്ടില്ല. വെച്ചിട്ടില്ല. അപ്പോൾ ഈ വിരല് കൈ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താ ഉള്ളിൽ നിന്ന് സ്വരം കേൾക്കണത്? അരുത് മോനെ എന്ന് പറയും അവനോട്. അരുതെന്ന് ഇങ്ങനെ പറയും. ഉള്ളിൽ നിന്നൊരു സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്. അരുത് മോനെ, അരുത് മോനെ എന്നൊരു സ്വരം കേൾക്കും. അപ്പോൾ പിന്നെ വെക്കാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിനക്ക് സന്തോഷമാണോ? സന്തോഷം. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല, എല്ലാം പോയി. വീട്ടിൽ അമ്മയ്ക്ക് സന്തോഷമായോ? ചേട്ടന് സന്തോഷമായി? ചേച്ചിക്ക് ചേട്ടനില്ല, ചേച്ചിയുള്ളത്. ചേച്ചിക്ക് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെറുപ്പം തൊട്ടുള്ള വിഷയമാണ് ആ കുരുക്കുകൾ കഴിക്കുന്ന മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ബെനിറ്റാമ്മ പറഞ്ഞു. പോയി പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ദൈവം അങ്ങോട്ട് സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ സഭയിലെ പരിശുദ്ധാത്മ പ്രവർത്തനം മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവോ അത്രമാത്രം കർത്താവിൻ്റെ സഭയെ നമുക്ക് മനസ്സിലാവും. കാരണം കർത്താവിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവാണ് കാര്യങ്ങൾ നയിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സഭയിലെ പൗരോഹിത്യം, കർത്താവിൻ്റെ സഭയിലെ വിശുദ്ധ കൂദാശകൾ, കർത്താവിൻ്റെ സഭയിലെ സമർപ്പിത ജീവിതം, സിസ്റ്റർമാരുടെ ജീവിതം, കർത്താവിൻ്റെ സഭയിലെ ഓരോ ക്രമീകരണങ്ങൾ, ഇത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനിവാര്യമാണ്. 2 കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകത്തിന്
ഉണർവ് നിറയേണ്ട കർത്താവ്, സ്നേഹം നിറയേണ്ട കർത്താവ്, ജ്ഞാനം നിറയേണ്ട കർത്താവ്. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ, ദൈവവിളികൾ ഉയരട്ടെ, വിശ്വാസ ശക്തി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ, അന്ധകാരപ്പെടൽ വിട്ടുമാറി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സഭയിൽ ഒരു സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ വില നാം വിചാരിക്കുന്നത് പോലെ തീരെ നിസ്സാരമായ ഒരു കാര്യമല്ല സമർപ്പണ ജീവിതം. കുറേ ആളുകൾ ചിന്തിച്ച് വച്ചിരിക്കുന്നത് ഈ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ സാക്രിസ്ത്യൻസ്, സങ്കീർത്തിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. വേറെ കുറേ പേര് ചിന്തിച്ച് വച്ചിരിക്കുന്നത് ഇവർ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഇനിയും കുറേ പേര് ചിന്തിച്ച് വച്ചിരിക്കുന്നത് ഇവർ ഭവന സന്ദർശനങ്ങൾ നടത്തി രോഗികളെയൊക്കെ പരിചരിക്കാനുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് കർത്താവിൻ്റെ സഭയിൽ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു ദൈവരാജ്യ വേല ചെയ്ത് ചുറ്റി സഞ്ചരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനമുണ്ട്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 1. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. യെസ്, യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചു. അപ്പോൾ ആരൊക്കെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു? 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. 12 സ്ലീഹന്മാർ. 12 സ്ലീഹന്മാർ യേശു ഗ്രാമങ്ങളും വില്ലേജുകളും പട്ടണങ്ങളും മലമ്പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രാജ്യത്തിൻ്റെ വലിയ വിടുതലുകൾ നൽകുകയും ചെയ്തപ്പോൾ 12 സ്ലീഹന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ കൂടാതെ ഈ 12 പേര് മാത്രമായിരുന്നോ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ശുശ്രൂഷയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും സ്ത്രീജനങ്ങൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. 3-ാമത്തെ വാക്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. ഹെരോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വിവിധ വിധത്തിൽ മിനിസ്ട്രി ചെയ്യുന്ന, വിവിധ വിധത്തിൽ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരുന്ന അനേകം സ്ത്രീകൾ യേശുവിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ അനേകം സ്ത്രീ പുരുഷന്മാർ യേശു ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ദൈവരാജ്യ വേലകളിൽ പങ്കാളികളായി ദൈവരാജ്യം പ്രസംഗിക്കാൻ യേശുവിൻ്റെ കൂടെ ടീമിലുണ്ടായിരുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ആദിമ സഭയിലും അനേക സ്ത്രീകൾ, അനേക സ്ത്രീ പുരുഷന്മാർ ദൈവരാജ്യ വേലയിൽ വ്യാപൃതരാകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സഭയിലും ഈ ആധുനിക സഭയിലും അനേക സ്ത്രീ പുരുഷന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അൽമാരായും വൈദികരായും സമർപ്പിത സിസ്റ്റർമാരായും സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുസഭയിൽ ദൈവവിളികൾ പ്രധാനമായും 3 മേഖലകളിലാണുള്ളത്. ഒന്ന്, കുടുംബജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർ, അൽമായ മിഷണറിമാർ. 2, വൈദിക ജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർ, വൈദികർ. 3, സമർപ്പിത ജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർ, അവരാണ് സിസ്റ്റേഴ്സ്. അതുകൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്, 4-മത്തത്, അതാണ് ഏകസ്ഥ ജീവിതം നയിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ. ഇങ്ങനെ 4 തരത്തിലുള്ള ദൈവവിളികൾ തിരുസഭയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരെണ്ണത്തെ ഉയർത്താൻ വേണ്ടി മറ്റൊരു ദൈവവിളിയെ ഇകഴ്ത്തി സംസാരിക്കുന്നത് നല്ലതല്ല. എല്ലാ ദൈവവിളികളും ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. കുടുംബജീവിതം ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. പൗരോഹിത്യ ശുശ്രൂഷ ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. സമർപ്പിത ജീവിതം നയിക്കുക ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ഏകസ്ഥ ജീവിതം അത് വളരെ അപൂർവം പേർക്കുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ദൈവവിളിയാണ്.
പ്രിയപ്പെട്ട സഹോദരൻ, ഈ 4 തരത്തിലുള്ള ദൈവവിളികളെക്കുറിച്ച് ആരോഗ്യപരമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. സമർപ്പിച്ച് നയിക്കുന്നവർ അവർ 10ാം ക്ലാസ് വെച്ച് തിരിച്ചറിവ് കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് കയറി പോകുന്നതാണ്. അതും അല്ലെങ്കിൽ അവർ വേറെ ജോലിയൊന്നും കിട്ടാത്തത് പോകുന്നതാണ്, ചുമ്മാ കയറി കൂടിയതാണ്, പ്രേമനൈരാശ്യ നിമിത്തം പോകുന്നതാണ്. അങ്ങനെയൊക്കെ അപഖ്യാതി പറഞ്ഞ് നിങ്ങൾ ഓരോ തരത്തിൽ കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷകരെ ഇകഴ്ത്തുമ്പോൾ ദൈവദോഷകരമായ ഒരു നടപടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ചോരത്തിളപ്പുള്ള സമയത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് അല്ലെങ്കിൽ കോളേജുകളിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് അവരുടെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്താണ് ദൈവം അനാദി മുതലുള്ള വിളി ഉണർത്തി ബോധ്യപ്പെടുത്തുന്നത്. എന്ന് ദൈവം അത് ബോധ്യം കൊടുക്കുന്നു, അന്ന് ഹൃദയത്തിൽ തട്ടി 100% ബോധ്യത്തോടെയാണ് സമർപ്പിത ജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്കായാലും സിസ്റ്റർമാരുടെ ജീവിതത്തിലേക്കായാലും ദൈവവിളികൾ സ്വീകരിച്ച് വൈദിക പരിശീലനത്തിനോ സമർപ്പിത ജീവിതത്തിന് പരിശീലനത്തിനായി വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ ജോമരിയ എന്നൊരു സിസ്റ്ററെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ സിസ്റ്റർ എങ്ങനെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നത്? ഞാൻ സിസ്റ്റർ ജോ മരിയ എമ്മാനുവേൽ. ഞാൻ കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശക്തമായ പ്രചോദനം ഒരു സിസ്റ്ററായി ജീവിക്കാൻ എനിക്കുണ്ടാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശക്തമായ ദൈവവിളി കിട്ടിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം വേണ്ടെന്ന് വെച്ച് ലോകത്തിൽ പാറിപ്പറന്ന് സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് സ്വമനസ്സ ഒരു തീരുമാനമാണ്, ഇനി എനിക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി അനുസരണത്തോടും വിനയത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും പരിഹാര അരുവിയിലും ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കണമെന്നുള്ളത്. മറ്റൊരു വ്യക്തിയെ, ദൈവവിളി സ്വീകരിച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് നീനു. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതിനിടയ്ക്ക് ഈശോയുടെ സ്വന്തമാകാൻ ആ ലോകത്തിന് ഈശോ വിളിച്ചത്. ഇപ്പോൾ എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈശോയുടെ സ്വന്തമാകാൻ സാധിക്കുന്നതിൽ എത്രയോ അധികമായി ഞാൻ ആനന്ദിക്കുന്നു. ഈ ലോകത്തിൽ സിസ്റ്റർമാരെ ചീത്ത വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുട്ടിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ച് ഈ കുട്ടി പറയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയോ അതിൽ നിന്നുള്ള വരുമാനമോ അതല്ല, എൻ്റെ ഡിഗ്രി കഴിഞ്ഞു ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടി പറയുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഒരു സിസ്റ്ററായി ജീവിക്കുന്നതിലാണ് അഭിമാനം. പ്രൈസ് ദി ലോർഡ്. ഒരു സിസ്റ്ററായി ജീവിക്കുന്ന അഭിമാനം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ കോലാഹലത്തിന് നടുവിൽ സമർപ്പിത ജീവിതത്തിലേക്ക് നീനു തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. അടുത്തൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അനില. ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ടോപ്പ് ലെവലായ കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ അവസാന കാലഘട്ട പ്രിപ്പറേഷൻ ടൈമിൽ ഈശോ എന്നെ വിളിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. ഈ ലോകം വെച്ച് നീട്ടിയ എല്ലാ സാഹചര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒരു കുപ്പ പോലെ വലിച്ചെറിഞ്ഞ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു. ബാക്കി എല്ലാ സാധ്യതകളും അത് സ്വമനസ, ഇതാ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എല്ലാം ലോകത്തെ ഞാൻ ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ജോലിയിലിരിക്കുമ്പോൾ ഈ മകൾ കർത്താവിന് വേണ്ടി അതും സിസ്റ്റർമാരെ അധിക്ഷേപിക്കുന്ന ഈ ആ കാലഘട്ടത്തിലാണ് ആ കുട്ടി തൻ്റെ ധീരോചിതമായ തീരുമാനം എടുക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരാളെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജിസാബ്. ഞാനൊരു ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. നാഷണൽ ടോപ്പ് ലെവലിൽ പ്രസൻറ്റ് ചെയ്യാൻ എല്ലാം അവസരം ലഭിച്ചിട്ടും ഒത്തിരിയേറെ സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നിട്ടും എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിഞ്ഞപ്പോൾ ഈ ഒരു ശ്രേഷ്ഠമായ വിളിയിലേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് മനസ്സിലായപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ഈശോയെ പ്രതി നഷ്ടമാക്കാൻ ഒരു സിസ്റ്ററായി ജീവിക്കാൻ എനിക്ക് ഒത്തിരിയേറെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ വിളി ഞാൻ സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദര, കുട്ടി പറയുന്നത് ഇന്ന് എൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനം ഒരു സിസ്റ്ററായി ജീവിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ചിഞ്ചു. ഞാൻ ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. ലോകത്തിൻ്റെ ആഡംബരങ്ങളും ഉയർന്ന സ്ഥാനങ്ങളും എനിക്ക് ലഭ്യമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം അതിനേക്കാൾ വിലയുള്ളതാകിയാൽ ഈശോയ്ക്ക് വേണ്ടി ഒരു സിസ്റ്ററായി ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുകയും സർവവും ഉപേക്ഷിച്ച് ഈശോയുടെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഇവരെല്ലാം അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഡിഗ്രി കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, പട്ടണങ്ങളിൽ ലോകം കണ്ട് ലോകത്തിൽ ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ പാറി പറന്ന് ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവാരെ വിളി ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ അവർ സ്വമനസ ഒരു സിസ്റ്ററായി ജീവിക്കുന്ന അഭിമാനം കൊണ്ട് സമർപ്പിക്കുകയാണ്. മറ്റൊരാളുടെ അനുഭവം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അഞ്ജു ജോസഫ്. ഞാൻ ഒരു BDS ഡോക്ടറായിരുന്നു. ഈ ലോകത്തിൽ ഒരു ഡോക്ടറായി ജീവിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി ഒരു സിസ്റ്ററായി ജീവിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എല്ലാ സാധ്യതകളും ഒരു ഡോക്ടറെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സാധ്യതകളും ജീവിതത്തിൻ്റെ അതെല്ലാം കുപ്പയായി പരിഗണിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ്. ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ ഒരു കുട്ടിയെ 2 കുട്ടിയുള്ള കാലത്താണ് പോരുന്നതെന്ന് ഓർക്കണം. മാതാപിതാക്കന്മാർ എല്ലാ സാധ്യതകളും അവരുടെ ജീവിതത്തിന് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു സിസ്റ്ററായി ഈ ആളുകളുടെ മുമ്പിൽ തന്നെ മുഖത്ത് നോക്കി സംസാരിച്ച് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്നാഗ്രഹിച്ച് ജീവിതം ധീരോചിതമായി സമർപ്പിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ പിന്നിൽ ഒരു തീരുമാനമുണ്ട്. ഒരു സിസ്റ്ററായി ജീവിക്കും. ഞാൻ നോക്കണം, എൻ്റെ കൂട്ടത്തിൽ ഇവിടെ അട്ടപ്പാടിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ബെനീറ്റ. 46 വർഷം ഈ ലോകത്തെ പരിത്യജിച്ച് യേശുവിൽ ആനന്ദിച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ ആനന്ദിച്ച് ജീവിക്കുക. ഈ ലോകത്തിൽ എത്ര കോടിക്കണക്കിന് സമ്പത്ത് കൊടുത്താലും അതെല്ലാം കുപ്പ പോലെ പരിഗണിക്കുന്ന സിസ്റ്റർ. എത്രമാത്രം രുചികരമായ ഭക്ഷണം കൊടുത്താലോ അതിനെല്ലാം ഒരു വിലയും കാണാതെ വെറും ചമ്മന്തിയോ വെറും ഈ മുളക് പൊട്ടിച്ചത് കഴിച്ചിട്ട് യേശുവിനെ ആരാധിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, വലിയൊരു സ്കൂളിൻ്റെ അവിടെ ഞാൻ ചെന്നപ്പം നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ സാധാരണക്കാർ വിചാരിക്കും സിസ്റ്റർമാരെല്ലാം ആഡംബരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്കറിയില്ല അങ്ങനെയാണോ അതിൻ്റെ സ്ഥിതി. എന്നാൽ എനിക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തെറ്റാവും. ഞാൻ അട്ടപ്പാടിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഒരു ദിവസം ഒരു വലിയ പട്ടണത്തിൽ അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു സ്കൂളുള്ള കോൺവെൻറ്റിൽ കയറി. ഉച്ച സമയമാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ വളരെ ആതിഥ്യ മര്യാദ അവിടുത്തെ സിസ്റ്റേഴ്സ് സ്വീകരിച്ചു. അപ്പോൾ അതിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ, ഉച്ചയ്ക്കല്ല ഊണ് കഴിക്കാം. ഞാനങ്ങനെ ഊണ് കഴിച്ചു. അവർ എനിക്ക് ഒരു സാധാരണ ഒരു ഭക്ഷണമൊക്കെ തന്നു, ഞാൻ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അവർ ഊണ് കഴിക്കേണ്ട സമയം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഊണ് കഴിക്കുക. അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ വേറെ കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഊണ് കഴിക്കണമെന്ന്. അങ്ങനെ കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഊണ് കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സാധാരണ ഒരു ഭക്ഷണം, കുറച്ച് ഭക്ഷണം, ഒരു സാധാരണ രീതിയിലുള്ള ഒരു ചോറ്, ഒരു കറിയും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഞാൻ എൻ്റെ മേശയിൽ കുറച്ച് കൂടുതൽ കറി വിളമ്പിയായിരുന്നല്ലോ, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ദൈവത്തെ പോലെ ഗസ്റ്റിനെ ഞങ്ങൾ സ്വീകരിക്കും, ഗസ്റ്റിന് ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കും. കാരണം ഗസ്റ്റ് വരുമ്പോൾ ദൈവം വരുന്നത് പോലെയാണ് ഞങ്ങൾ ഗസ്റ്റിനെ സ്വീകരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ദാരിദ്ര്യ അരൂപിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടൈം ടേബിളുണ്ട്. ഞങ്ങൾ സ്വമനസ ദാരിദ്ര്യം വരിച്ചവരാണ്. ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണത്തേക്കാൾ ഈ ഭക്ഷണമാണ് ഞങ്ങൾക്ക് അഭിമാനം. അങ്ങനെ സന്തോഷത്തോടെ രുചികരമല്ലാത്ത ലോകത്തെ ത്യജിച്ച ആ ഒരു ഭക്ഷണ രീതി കണ്ട് ഞാൻ അന്ന് വളരെയധികം അഭിമാനത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ലോകത്തിൽ ഒരു സിസ്റ്ററായി ജീവിക്കുക അത് അത്ഭുതം തന്നെ, അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെ. ഞാൻ അന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സിസ്റ്റർമാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവായ ഈശോ നേരിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടിയിൽ SLE വാദം ബാധിച്ച് ഒരു കുട്ടിയെ കൊണ്ടുവന്നത്. ഒരു സിസ്റ്റർ ആ കുട്ടിയുടെ അന്നനാളം ഒട്ടിപ്പോയി, ചോറ് ഇറങ്ങിയല്ല, തുള്ളി വെള്ളം ഇറങ്ങിയല്ല, ഒരക്ഷരം ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് സിസ്റ്റർ, ആ അഭിഷേകത്തിന് മലയുള്ള സിസ്റ്റർ കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇതാ യേശുവിൻ്റെ തിരുരക്തം വ്യാപരിക്കുന്നു, നിൻ്റെ തൊണ്ട സുഖം പ്രാപിക്കുന്നു. തൽക്ഷണം ആ കുട്ടി സൗഖ്യം പ്രാപിച്ച്. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിമി എന്നാണ്. ഞാൻ ചാലക്കുടി പോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ചാലക്കുടി, ചാലക്കുടി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 2018 മാർച്ച് 16-ാം തീയതി ഞാൻ ഇവിടെ വന്നു. പക്ഷെ എനിക്ക് നടക്കാനോ സംസാരിക്കാനോ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ട് അന്നനാളം ചുരുങ്ങിപ്പോയി, ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. അന്നനാളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ പോണ സ്ഥലം അല്ലേ, ഇങ്ങനെ ഇറങ്ങി പോണ സ്ഥലം. ആ അന്നനാളം ചുരുങ്ങി ഒരു സാധനം ഇറങ്ങാത്ത പോലെയായി. എനിക്ക് SLE എന്ന അസുഖമാണ്. 3.5 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ അസുഖം? SLE വാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രോഗമല്ലേ. അതെ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സൗഖ്യമില്ല. അതുപോലെ ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണ് ഈ SLE വാദം. അതാണ് ഈ കുട്ടീനെ പിടികൂടിയത്. അങ്ങനെ അന്നനാളം ഒട്ടിപ്പോവുകയും എനിക്ക് ഫുഡ് ഒരു ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു അപ്പാപ്പൻ എന്നെ എടുത്തോണ്ടാണ് ഈ മല കയറിയത്. അപ്പം മല കയറുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ, എനിക്ക് ഒട്ടും നടക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞു.
അതായത് ഈ കുട്ടിക്ക് വേദന SLE വാദമല്ലേ, വേദന കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കുടുംബങ്ങൾ. എന്നാലും കുട്ടിക്ക് തോന്നുന്നത് എന്തിനാ എന്നെ ഈ കൊല്ല ചെയ്യണത്, എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകണോ എന്നാണ് കുട്ടി. അതുപോലെ വേദനയായിരുന്നു കുട്ടിക്ക്. ഒട്ടും വണ്ണമില്ല. ഇപ്പോഴാണ് എനിക്ക് ഇത്ര ആരോഗ്യം കിട്ടിയത്. ഒട്ടും വണ്ണമില്ല. നടക്കാനൊന്നും എല്ലാവരും എടുത്തോണ്ടൊക്കെ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്നത്, കുളിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ആയപ്പോൾ ഞാൻ കട്ടിലെ കിടന്ന കിടപ്പിൽ കിടക്കുകയായിരുന്നു. എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം ഇവിടെ നിന്ന് എത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞാൻ അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് ഒരു സിസ്റ്ററിന്റെ അടുത്ത് അന്ന് കൊണ്ടുവന്ന് അല്ലേ അന്ന് എന്നിട്ട് ഇവിടെ കൗൺസിലിംഗ്, എന്നിട്ട് ഈ കുട്ടീനെ കൗൺസിലിംഗ് നടത്തി സിസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോയി. സിസ്റ്റർ തൊണ്ടയ്ക്ക് പിടിച്ച് ഒത്തിരി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് വിശ്വാസം ഉണ്ടോ, നിന്റെ സൗണ്ട് കിട്ടുമോ, നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. സൗണ്ട് ഇല്ല, സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അന്നനാൾ ഒട്ടിപ്പോയി. നിങ്ങൾ ചിന്തിച്ചു, ഒരു തരി വറ്റ് താഴത്തേക്ക്, ചോറ് താഴത്തേക്ക് ഇറങ്ങില്ല, ഒരു തുള്ളി വന്നിട്ട് ഭക്ഷണ സാധനം താഴത്തേക്ക് ഇറങ്ങണ്ടേ, അന്നനാൾ ഒട്ടിപ്പോയി, സ്വരയില്ല. എന്നിട്ട് ഇതിന് കിടക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എടുത്തുകൊണ്ട് വേണം ഓരോ അത്രയും ക്രിട്ടിക്കൽ സ്ഥിതിയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സിസ്റ്റർ കൈ വെച്ച ഒറ്റ സ്തുതിപ്പാണ്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടോ ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ തൊണ്ടയിൽ കൂടെ ദൈവത്തിൻ്റെ തിരുരക്തം ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സിസ്റ്റർ ഇങ്ങനെ തൊണ്ടയിൽ നിൽക്കുമ്പോൾ എന്തോ സാധനം ഇറങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയെ ഉറക്കെ വിളിച്ചു. എൻ്റെ ജീവിത പങ്കാളിയും കൂടെ നിന്നുകൊണ്ട് ഉറക്കെ ഈശോയെ എന്ന് വിളിച്ചു. ജീവിത പങ്കാളിയുടെ പേരെന്താ? ബ്രില്യന്റ്. അവിടെ നിന്ന് ഉച്ചത് പറഞ്ഞു, ഇന്റെ ഈശോ. രണ്ടുപേരും കൂടെ നിലവിളിച്ച്. എന്നിട്ട് അന്നേരം എനിക്ക് സൗണ്ട് പൂർണ്ണമായിട്ട് കിട്ടുകയും ആ സമയത്ത് തന്നെ സ്പോട്ടിൽ വെച്ചിട്ട് അന്നേരം ഇവിടുന്ന് വെഞ്ചിരിച്ച ബ്രെഡും വെള്ളം കൂടെ സിസ്റ്റർ എനിക്ക് തരുകയും ചെയ്തു. അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതുവരെ ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. ആ സമയത്ത് സിസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞതാ, യേശുവിൻ്റെ തിരുരക്തം നിന്റെ രോഗ ഉള്ള അന്നനാളത്തിൽ കൂടെ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി പോണ അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഉച്ചത്തിൽ യേശുവേ സ്വരം തിരിച്ചു കിട്ടി. അപ്പം തന്നെ ബ്രെഡ് കൊടുത്തു. ആ ബ്രെഡ് അങ്ങോട്ട് കഴിച്ചു. അന്ന് മുതൽ ഞാൻ ആഹാരം കഴിക്കാൻ തുടങ്ങി. പൂർണ്ണമായിട്ട് എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. മുട്ടിനൊക്കെ വേദനയൊക്കെ ആയിട്ട് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുറച്ച് അതുകൊണ്ടാണ് എടുത്തോണ്ട് വന്നത്. അപ്പോഴാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകാണെന്ന് വിഷമിച്ചത്. അന്നേക്ക് അന്ന് സൗഖ്യം ഉണ്ടായി. യേശുവേ എൻ്റെ കുട്ടിയെ. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇവിടുന്ന് യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം 5 പുസ്തകം മേടിച്ചിട്ട് പോയി നീ കിടക്കുന്ന കട്ടിലേ വെച്ച് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നു. ഇപ്പൊ എനിക്ക് പൂർണ്ണ സൗഖ്യമാണെന്ന് പറയാം. സാധാരണ പോലെ എല്ലാം നടന്നൊക്കെ വരാൻ പറ്റിയില്ലേ? ഇന്ന് കയറ്റം കയറിയൊക്കെ എനിക്ക് വരാൻ പറ്റി. നടന്നു കയറിയൊന്നോ നോക്കിയേ, ഈ മല മുഴുവനും നടന്നു കയറി. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഈ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് കുട്ടി പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കിപ്പോൾ ഒരു തുള്ളി ബറ്റിറങ്ങില്ല, ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല, എൻ്റെ അന്നനാൾ ഒട്ടിപ്പോയി, SLE വാദമാണ്, എനിക്ക് സ്വരയില്ല, ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകണം, ഇങ്ങനത്തെ സ്ഥിതിയാണ്, വേദന കൊണ്ട് പൊളയാണല്ലേ. ഡോക്ടറൊക്കെ പറഞ്ഞു അധികം ആയുസില്ലെന്ന് വരെ എന്നോട് പറഞ്ഞതാണ്. ഡോക്ടർമാർ പലരെയും കൊണ്ട് പറഞ്ഞ് നോക്കിയിട്ട് ആരും കുട്ടിയോട് നേരിട്ട് പറയാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ഡോക്ടർമാർ തന്നെ കുട്ടീനെ നല്ല മരണത്തിന് വേണ്ടി ഒരുക്കി. ആയുസ്സൊക്കെ ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും, എല്ലാ രോഗവും മാറുന്ന രോഗമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ മരണത്തിന് വേണ്ടി ഒരുക്കിയ ആൾ ഇതാ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. ദൈവമേ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഈശോയെ, ബ്രില്യൻ്റ്. അല്ലെ ഇതുപോലെ സ്വരമുള്ള ബുദ്ധിമുട്ടല്ലായിരുന്നോ? എല്ലാവരും ആംഗ്യം കാണിച്ചായിരുന്നു. ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. വെള്ളം വേണമെങ്കിലൊക്കെ ഇങ്ങനെ കാണിക്കണമായിരുന്നു. ഒരു സാധനം കടങ്ങി ഇങ്ങനെ കാണിക്കണം, വെള്ളം ആംഗ്യം അതായത് സ്വരയില്ല, ഇവരെന്ത് ചെയ്യും? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് കേൾക്കുന്നത്. തന്നെ ആദ്യമായിട്ടായിരുന്നു. ആദ്യമായിട്ടാണ് അട്ടപ്പാടിയിൽ നിന്ന് കേൾക്കുന്നത്. എൻ്റെ സ്വന്തം വീട് പത്തനംതിട്ടയിലാണ്. എന്നെ പത്തനംതിട്ടയിൽ. അപ്പോൾ ഈ അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആരോ പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടുകാർ കുട്ടീനെ എടുത്തുകൊണ്ട് ഇവിടെ പോകുന്നു. ഡോക്ടർമാരൊക്കെ പിന്നെ കണ്ടോ? എന്നോട് പറഞ്ഞു വയറ്റിൽ ട്യൂബൊക്കെ ഇട്ട് അതിനകത്തൂടെ വേണം ഫുഡൊക്കെ കഴിക്കാനെന്ന് പറഞ്ഞു. ട്യൂബൊക്കെ ഇടാൻ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ അട്ടപ്പാടി വരുന്നത്. പിന്നെ ആ ട്യൂബെല്ലാം വേസ്റ്റായി.
ഇപ്പം നേരിട്ട് അല്ലേ നമുക്ക് ദൈവം തന്ന അന്നനാളത്തിൽ കൂടെ തന്നെയാണ് ഭക്ഷണമൊക്കെ നോക്കിയേ. കർത്താവ് അനുഗ്രഹിച്ച കണ്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ നോക്കിയേ, ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ കേട്ട് പരിശുദ്ധാത്മ പ്രചോദനത്തിൽ ഒരു ശുശ്രൂഷ, ഒരു വാക്ക്, ഇതാ യേശുവിൻ്റെ തിരുരക്തം നിന്നെ സുഖപ്പെടുത്തുന്നു. ആ ക്ഷണത്തിൽ സ്പോട്ടിൽ കർത്താവ് ആ വാക്കിനെ സ്ഥിരീകരിച്ചു. സമർപ്പിത ജീവിതത്തെ കർത്താവ് ഒരുപാട് ആദരിക്കുന്നുണ്ട്. നമുക്കും സമർപ്പിത ജീവിതത്തെ ആദരിക്കാം, സ്നേഹിക്കാം. ആ ശുശ്രൂഷകളുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും വരട്ടെ. ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ലോകത്തിലുള്ള സകല കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അനേക ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സ്, സമർപ്പിതർ, സിസ്റ്റേഴ്സാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഈശോയെ കൃപ തൂകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആരാധന. ഈശോയെ